കൊച്ചിൻ കോർപ്പറേഷനിലെ UDFിൻ്റെ ഉജ്ജ്വലമായ വിജയം ഈ നാട്ടിൽ ജനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. UDFിന് ആ വിജയം 100% ആത്മാർത്ഥതയോടുകൂടി ഈ നാടിൻ്റെ വികസനത്തിനും സാമൂഹികക്ഷേമ പുരോഗതിക്കും UDF അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകും. സ്വാഭാവികമായും 26-ാം തീയതി മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിൻ്റെ മേയറെയും ഡെപ്യൂട്ടിയും തിരഞ്ഞെടുക്കാനുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ UDFിൻ്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി, കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിലുള്ള മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തി, UDFിൻ്റെ കോർ കമ്മിറ്റി കൂടി അതിനകത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കഴിഞ്ഞ 3 ടേമായി കൗൺസിലിലെ വിവിധ പദവികൾ അലങ്കരിച്ച ഈ പ്രാവശ്യം 4ാമത്തെ ടേമായി ജയിച്ചു വന്ന ശ്രീമതി VK മിനിമോൾ മേയർ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഈ 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. മേയറായി VK മിനിമോളെയും ഡെപ്യൂട്ടി മേയറായി യൂത്ത് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കോർഡിനേറ്റർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈപ്പിനിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ദീപക് ജോയിയാണ്. ദീപക് ജോയി 2ാം വട്ടമാണ് കോർപ്പറേഷൻ കൗൺസിലറാകുന്നത്. ദീപക് ജോയിയെയും 2 പേരെയുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ 2 പേരെയും ഞങ്ങൾ ഈ പദവികൾ ഏൽപ്പിക്കുന്നത്. വളരെ നന്നായി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നല്ല ജനകീയ അംഗീകാരമുള്ള 2 ജനപ്രതിനിധികളാണ് മേയറും ഡെപ്യൂട്ടി മേയറുമായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും രാഷ്ട്രീയ വിവേചനമില്ലാതെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ നഗരവികസനത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹായത്തോടുകൂടി ഈ നഗരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒക്കെ പരിഹാരം കാണാൻ കഴിയാവുന്ന നല്ല പരിചയമുള്ള, അതിന് പ്രാപ്തിയുള്ള 2 പേരെയാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ആദ്യത്തെ 2.5 വർഷക്കാലം ആദ്യത്തെ ടേം 2 ടേമായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യത്തെ 2.5 വർഷക്കാലം ഇവർ 2 പേരും, പിന്നീട് വരുന്ന 2.5 വർഷക്കാലം ഒന്ന് മേയറായി ഷാനി മാത്യു, 2ാമത്തേത് ശ്രീ KVP കൃഷ്ണകുമാറുമാണ്. അവരും ഈ നഗരസഭയിലെ നിരവധി വട്ടം കൗൺസിലർമാരും വിവിധ പദവികൾ അലങ്കരിച്ച ആളുകൾ കൂടിയാണ്. സ്വാഭാവികമായും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കേണ്ട പ്രവർത്തനങ്ങളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഐക്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ നഗരസഭാ ഭരണത്തിന് കൂടുതൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും മുന്നോട്ട് പോകാനും തുടങ്ങി വച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനും കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.